ലേണിംഗ് ഇസ് മീ മുഫിദ. മക്കളെ, അങ്ങനെ നമ്മൾ 9ാം ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. വലിയ ക്ലാസ് ആയിരിക്കുകയാണ്. അടുത്ത വർഷം ഇനി 10ാം ക്ലാസ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും വെൽക്കം ടു 9ാം ക്ലാസ്. ഈ ഒരു വർഷം ഭയങ്കര അടിപൊളി ഒരു വർഷമാവട്ടെ. എല്ലാ സമാധാനം, സന്തോഷം, എക്സാമിലൊക്കെ ഫുൾ മാർക്ക്, എന്താ ലൈഫിലെ അങ്ങനെ ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, നിങ്ങൾ തംബ്നെയിൽ കണ്ടിട്ടുണ്ടാകും 20/20 നിന്നുതാ നമ്മൾ 40/40 പോകാൻ പോകണം. ആരാ പോകാൻ പോകുന്നത്, എന്താണ് പോകാൻ പോകുന്നത്, അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫിസിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ സയൻസ് എന്നൊക്കെ പേര് വിളിച്ചിട്ടാണ് ഈ 3 സബ്ജക്റ്റുകളെ നിങ്ങൾ എക്സാം എഴുതിയിരുന്നത് അല്ലെ. ബേസിക് സയൻസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ് എക്സാം, ഓരോന്ന് 20 മാർക്ക് 20 മാർക്ക് 20 മാർക്ക്, ഭയങ്കര സിമ്പിൾ ആയിരുന്നു എക്സാം അല്ലെ. എന്നാൽ ഈ വർഷം മുതൽ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, ഇനി നമ്മൾ ഒരുമിച്ചല്ല എക്സാം എഴുതാൻ പോകുന്നത്. ഒരു ദിവസം ഫിസിക്സ്, അല്ലെങ്കിൽ രാവിലെ ഫിസിക്സ്, വൈകുന്നേരം കെമിസ്ട്രി, അങ്ങനെയാണ് സാധാരണ ഉണ്ടാവില്ലേ. ഈ ഫിസിക്സ് 40 മാർക്കിനാക്കാരം, കെമിസ്ട്രിയോ അതും 40 മാർക്കിന്, ബയോളജി അപ്പോ 40 മാർക്കിന്. എത്ര ചോദ്യങ്ങൾ ഉണ്ടാവും അറിയാം നിങ്ങൾക്ക്? 23, 22 അത്രത്തോളം ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഓരോ പരീക്ഷയിലും എഴുതാണ്ടാവും. അങ്ങനെ ആകുമ്പത്തെ ടോട്ടല് ഭയങ്കര സീനായിട്ടുള്ള ഒരു വർഷമാണ് വരാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഭയങ്കര രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആണ്. സൂപ്പർ ആയിട്ട് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരുന്നാൽ സൂപ്പർ മാർക്കുകൾ നിങ്ങൾക്ക് നേടാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ 9ാം ക്ലാസ്സിന്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഇതിനെക്കുറിച്ചും പറയാൻ ഞാൻ ആരുമല്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് പറയാം അല്ലെ. ഫിസിക്സിനെ കുറിച്ചിട്ട് 2 വാക്ക് സംസാരിക്കാം. അതിനു മുന്നേ ഈ വർഷം നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾ കണ്ടോളി. എത്ര ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് അറിയോ? 8 ചാപ്റ്റേഴ്സ് ആണ്. ഭയങ്കര രസമാണ്. 1ാമത്തെ ചാപ്റ്റർ ലൈറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നതെങ്കിൽ 2ാമത്തെ ചാപ്റ്റർ തീർത്തും വ്യത്യസ്തകരമാണ്. അതായത് ഒരുപാട് ഇക്വേഷൻസ്, ഇഷ്ടംപോലെ ഇക്വേഷൻസ്. ഇത്രയും കാലം നിങ്ങൾക്ക് ഒരു ഗമ ഉണ്ടല്ലോ അല്ലെ. നിങ്ങൾ ഫിസിക്സ് മാത്സ് ഒക്കെ പഠിക്കണമെന്ന് പറഞ്ഞാലും ആരെങ്കിലും 2-3 തറവാട്ടിൽ പറഞ്ഞൊരു ഇക്വേഷൻസ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പറയാണ്ടായിരുന്നില്ല. പക്ഷെ ഈ വർഷം മുതൽ നിങ്ങൾ അങ്ങോട്ട് കാച്ചും. കാരണം എന്താന്ന് വെച്ചാല് ഇഷ്ടം പോലെ ഇക്വേഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു വർഷമാണ്. അടുത്ത നമ്മുടെ ന്യൂട്ടൺ കണ്ടുപിടിച്ച ഒരു ചാപ്റ്റർ ആണ് ലോസ് ഓഫ് മോഷൻ, ചലന നിയമങ്ങൾ എന്ന് പറയും. 3 നിയമങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് റിലേറ്റഡ് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ടാകും. അങ്ങനെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്റർ. അടുത്ത ചാപ്റ്റർ ആണ് മോനെ, നമ്മൾ ആഗ്രഹിക്കൂലേ ഇങ്ങനെ ഒരു ചാപ്റ്റർ എനിക്ക് പഠിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ അടിപൊളിയാക്കും, അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല നമുക്ക്. അതാണ് ഗ്രാവിറ്റേഷൻ, ഗുരുത്വാകർഷണം എന്ന് പറയുന്ന ചാപ്റ്റർ. ഇതേ ചാപ്റ്ററിന്റെ ബാക്കി ഭാഗം നിങ്ങൾക്ക് 11th +1 പഠിക്കാനുണ്ടാവും കേട്ടോ. ഇനി അടുത്താണ് ബൈൻ ഫോഴ്സ്. അടിപൊളി. ഈ വെള്ളത്തിലൊക്കെ നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാല് എന്ത് ചെയ്യും, കുറച്ച് വെള്ളം അങ്ങനെ ബക്കറ്റിലുള്ള വെള്ളത്തിലാണ് നമ്മൾ കല്ലിട്ട് കഴിഞ്ഞെങ്കിൽ ആ വെള്ളം അങ്ങനെ പുറത്തേക്ക് പോകും, നമ്മൾ കാണാറുണ്ട് അല്ലെ. വലിയ അജാന ബാഹുബലി കപ്പല് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി തുടിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട് അല്ലെ. എന്നാൽ ചില കല്ല് നമ്മൾ വെള്ളത്തിൽ കിട്ടാലോ, അത് താഴേക്ക് പോകും. എന്തത് സംഭവം? ആ കൺഫ്യൂഷൻ ആയില്ലേ. അപ്പൊ ഇതിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് പ്ലവക്ഷമ ബലം, ബോയിൻ ഫോഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നെക്സ്റ്റ് എന്റെ മോനെ അടിപൊളി സൂപ്പർ ചാപ്റ്റർ ആണ് പ്രവൃത്തിയും ഊർജവും, വർക്ക് ആൻഡ് എനർജി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നെക്സ്റ്റ് വൺ എന്റെ മോനെ ഇലക്ട്രിസിറ്റി ബില്ല്. ഇപ്പൊ ഇങ്ങനെ അല്ലെ റീൽസിലൊക്കെ ഭയങ്കര തരംഗമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇലക്ട്രിസിറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ ആണ് കറണ്ട് ഇലക്ട്രിസിറ്റി, അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട്, ധാരാവൈദ്യുതി എന്ന് പറയുന്ന ചാപ്റ്റർ. ആൻഡ് ലാസ്റ്റ് വൺ ഏറ്റവും സിമ്പിൾ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് തലങ്ങനെ കറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു സമാധാനത്തിന് ഒരു ചാപ്റ്റർ വേണം നിങ്ങൾ ആഗ്രഹിക്കൂലേ. അങ്ങനെ ഒരു ചാപ്റ്റർ ആണ് സൗണ്ട്. അടിപൊളി. ശബ്ദത്തെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്റർ സൂപ്പറാണ്. ഇതൊക്കെ തന്നെ പഠിക്കാനുള്ളൂ. 8 ചാപ്റ്റർ ആണ്. പക്ഷെ 8 രീതിയിലാണെങ്കിൽ 8 വ്യത്യസ്ത ടോപ്പിക്കുകളാണ് നമ്മൾ ഇതിലെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. ഇതിലൊരു സിമ്പിൾ ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ നമുക്ക് കണ്ണടച്ച് പറയാം, അത് ഇതാണ്. ബാക്കിയെല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫ്യൂഷൻ വരുന്ന ഒരു ചാപ്റ്റർ ഏതാന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അത് ഇതാവാനാണ് ചാൻസ്. കാരണം ഒരുപാട് ഇക്വേഷൻസ് പഠിക്കും, ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കും, അങ്ങനെയൊക്കെ. പിന്നെ 1ാമത്തെ ചാപ്റ്റർ കുറച്ച് രസമായിട്ട് പഠിക്കാം. ഇതൊരു രസമാണ്, എല്ലാം രസമാണ്. പക്ഷെ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് മക്കളെ, 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിക്കുന്നതില് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ള ഒരു സിലബസ് കവർ ചെയ്യുന്ന ഒരു ക്ലാസ് കൂടിയാണ് നമ്മൾ ഈ പറയപ്പെടുന്ന 9ാം ക്ലാസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരു എക്സ്ട്രാ സപ്പോർട്ട് തേടാം.
വെറും യൂട്യൂബിലെ ക്ലാസ്സസിന് മാത്രം നിങ്ങൾ ഒരിക്കലും ഡിപ്പെൻഡ് ചെയ്യരുത്. സ്കൂളിൽ നിങ്ങൾക്ക് അടിപൊളി ക്ലാസ് ആണ്, ശരിയാണ്. എന്നാലും എക്സാം സമയങ്ങളിൽ പലപ്പോഴും നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസിനൊക്കെ റെഫർ ചെയ്യാറുണ്ട് അല്ലേ? അപ്പൊ എനിക്ക് പറയാനുള്ളത് വെറും ഇങ്ങനെ സ്കൂളിലെ ക്ലാസ്സുകളും യൂട്യൂബ് ക്ലാസ്സുകളും മാത്രം നിങ്ങൾ റെഫർ ചെയ്യാതെ ഡെയിലി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെയിലി നിങ്ങളെ അടിപൊളിയാക്കുന്ന ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ആലോചിക്കും എവിടെ നിന്നാ അപ്പൊ ഇത് കിട്ടുകയെന്നല്ലേ? ഒരു കൺഫ്യൂഷൻ വേണ്ട. ആ നമ്പർ ഞാൻ തരാം. ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അന്വേഷിക്കുക. സൈലത്തിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച് ആണ്, 9ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള സ്പെഷ്യൽ ബാച്ച് ആണ്. പേര് നിഞ്ച എന്നാണ്. അപ്പൊ എങ്ങനെ കിട്ടുമെന്ന് അറിയാൻ 9995400800 ഈ നമ്പറിൽ അങ്ങോട്ട് വിളിക്കുക. അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് അവർ പറഞ്ഞുതരും. സൂപ്പർ ആയിട്ട് നിങ്ങൾ അങ്ങോട്ട് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഒരു കുഞ്ഞു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരുവാണ്. ഇത് നമ്മളുടെ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിലുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കൂടുതൽ പഠിച്ചിട്ട് പോവാ. അപ്പൊ ഇതെന്താന്ന് പറഞ്ഞു തരണം. നമുക്ക് പെൻസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെള്ളത്തില്, ഒരു ഗ്ലാസ് വെള്ളത്തില് അല്ലെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പെൻസിൽ ഇങ്ങനെ വളഞ്ഞു പോയിട്ടുണ്ട്. പഠിച്ചോന് പെൻസിൽ വളയോ? പക്ഷെ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് പെൻസിൽ വളഞ്ഞതായിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ? അപ്പൊ എന്തായിരിക്കും അതിന്റെ റീസൺ? വാട്ട് ഈസ് എ ഫിനോമിനൻ ബിഹൈൻഡ് ഇറ്റ് എന്നുള്ളതാണ് നിങ്ങളോടുള്ള ചോദ്യം. ഇതിന് ആൻസർ നിങ്ങൾ കമന്റ് ആയിട്ട് തന്നെ അറിയിക്കണം. നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നോക്കണം. നിങ്ങളെ ബുദ്ധിയൊക്കെ ഞാൻ ഒന്ന് പരീക്ഷിച്ച് നോക്കാണ്. അപ്പൊ ഈ നമ്പർ മറക്കണ്ട. ഈ നമ്പറിൽ നിങ്ങൾ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്ത് നോക്കുക. വിവരങ്ങളൊക്കെ അന്വേഷിക്കാം. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ദ ബെസ്റ്റ്. നമുക്ക് 9ാം ക്ലാസ്സിൽ കാണാം.